എല്ലാവർക്കും നീക്സ് ക്രാഫ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ ഡൈനിങ് ടേബിളാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇന്നൊരു ടിപ്പാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിളാണ്. അപ്പോൾ ഈ ഡൈനിങ് ടേബിളിൽ ഒരുപാട് വാട്ടർ മാർക്സ് കാണുന്നുണ്ടേ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഒരു സർജിക്കൽ സ്പിരിറ്റും കണ്ടോ, ശരിക്കും മെഡിസിനൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർജിക്കൽ സ്പിരിറ്റും ഒരു തീപ്പെട്ടിയും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളിത് കാണാൻ പോകുന്നത് കേട്ടോ. ഇന്ന് ആദ്യമായി ഒരു പാത്രം എടുത്തതിന് ശേഷം ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് സർജിക്കൽ സ്പിരിറ്റ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. കാരണം ഈ ടിപ്പ് പരീക്ഷിച്ചിട്ട് നിങ്ങൾ കൈയൊന്നും പൊള്ളിക്കരുത് കേട്ടോ. ഇതുപോലെ ഒരു ബ്രഷിലെടുക്കുക, എടുത്ത് ഒഴിക്കരുത്, ഡയറക്റ്റ് ഒഴിക്കാതെ ബ്രഷിലെടുത്തതിന് ശേഷം ആ ഏരിയയിൽ മാത്രം നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് മാറ്റി വെക്കണം കേട്ടോ. നമ്മൾക്ക് കത്തിക്കാം കണ്ടോ. ഈ തീ കത്തുമ്പോൾ ഈ വുഡിലുള്ള വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഇപ്പോൾ കാണുന്നില്ലേ നിങ്ങൾ കണ്ടോ? അത് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഏരിയ ആയിട്ട് നമുക്കിത് മുഴുവനും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടി നമുക്കൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എപ്പോഴും ഒരു ചെറിയ ഏരിയ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇപ്പോൾ നന്നായിട്ട് കണ്ടോ, നമ്മളുടെ റീസ്റ്റോർ ആയിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ടി വന്നില്ല, വാർണിഷ് അങ്ങനെയുള്ള ഒന്നും നമുക്ക് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഏരിയയും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, ഈ കാണുന്ന വാട്ടർമാർക്കിലാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക, വട്ടി വയ്ക്കാം, കുറച്ചങ്ങ് നീക്കി വയ്ക്കാം. നമ്മളുടെ കയ്യിലാവാതെ ശ്രദ്ധിക്കുക കേട്ടോ. കയ്യിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിലോട്ടൊന്ന് ചെറുതായിട്ട് ഇതാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. കണ്ടോ, കത്തിച്ചു കൊടുക്കുക. വാട്ടറെല്ലാം ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നമുക്ക് മാജിക്ക് നമുക്കിവിടെ കാണാം. ഇനി കൂടുതലായിട്ട് കത്തുന്നതായിട്ട് തോന്നുന്നുണ്ട് കണ്ടോ, ഇപ്പോൾ എനിക്കിതിപ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതും ജസ്റ്റ് ഒന്ന് ഒരു ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ച് അങ്ങ് വൈപ്പ് ചെയ്യാം കണ്ടോ. അങ്ങനെ നമുക്ക് കണ്ടോ, ഇപ്പോൾ ഈ ഏരിയ നോക്കിയാൽ നിങ്ങൾക്ക് ആ വാട്ടർമാർക്ക് കാണുന്നുണ്ടോ? നിങ്ങളില്ലല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ചെറിയ ചെറിയ ഏരിയ ആയിട്ട് പലയിടത്തും ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ടേബിളിൽ ഒരുപാട് വാട്ടർമാർക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കണ്ടോ, ഈ കാണുന്നതെല്ലാം വാട്ടർമാർക്സാണ്. ഇതെല്ലാം എനിക്കിനി ചെയ്യണം. അപ്പോൾ ചെറിയ ചെറിയ ഏരിയ ആയിട്ട് നമുക്കിത് റീസ്റ്റോർ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്